വേറൊരിടത്ത് പറയുന്നു, ചിജ്ജടചിന്തനം എന്ന കൃതിയിൽ ആദ്യം പറയുന്നു, ഒന്നാമത്തെ ശ്ലോകം, ഒരു കോടി ദിവാകരുപടി പാരൊടു നീരനലാദികളും കെടുമാറ്. കോടി ദിവാകരന്മാർ ഒരുമിച്ചുദിച്ചു വരുന്നത് പോലെ ഈ പഞ്ചഭൂതങ്ങളൊക്കെ അങ്ങ് മാറി മാറി ചില ദൃശ്യങ്ങളൊക്കെ മാറി മാറി ആ സത്യം ഉള്ളിൽ അനുഭവപ്പെടും. സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള ചില ദൃശ്യങ്ങളൊക്കെ മാറിത്തരും. ഒരു കോടി ദിവാകരത്തുയരുമ്പടി പാരൊടു നീരനലാദികളും കെടുമാറ്. പഞ്ചഭൂതങ്ങളൊക്കെ ഇല്ലാതെ മറയുമാറ്. അനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവ്. അങ്ങനെ നിറഞ്ഞ് ഉള്ളിൽ നിറഞ്ഞ് പുറത്ത് മുഴുവനും ഇടതിങ്ങി നിറയുന്ന അങ്ങയുടെ ആ വടിവ്, കിളർന്നു വരുന്നൊരു നിൻവടിവ് എന്നും ഇരുന്നു വിളങ്ങിടണം. എന്നും എനിക്ക് നിരന്തരമായി അനുഭവിച്ച് ആനന്ദിക്കുമാറുള്ള അവസരം അല്ലയോ ഭഗവാൻ ഉണ്ടാക്കിത്തരണേ എന്നാണ് ചിജ്ജടചിന്തനം എന്ന ആ ചെറു മലയാള കൃതിയിൽ ഗുരുദേവൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഗുരുദേവനൊക്കെ പറയുന്നത് വെറുതെ ഊഹിച്ചു പറയുന്നതല്ല. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. എന്താ വിവേകവൃത്തി? പലതു കാണുന്നതില്ല, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇതാണ് നിത്യ അനിത്യ വിവേകവൃത്തി. നിത്യ അനിത്യ വിവേകം, നിത്യമേത് അനിത്യമേത് എന്ന വ്യക്തമായ വിവേകം. പലതു കാണുന്നതില്ല, അനിത്യം ഒന്നേ ഉള്ളൂ. വ്യവസായാത്മിക ബുദ്ധിരേഖ. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് ഓർമ്മിക്കുക, സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നു മാത്രം. ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഈ സത്യം പിടികിട്ടാത്തവർക്ക് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയ. ആർക്ക്? അജ്ഞാനികൾക്ക്. അവ്യവസായിനാം, സത്യമെന്തെന്ന് പിടികിട്ടാത്ത ആളുകൾക്ക്. അത് ശരി, ഈ 10,000 സൂര്യന്മാരുദിച്ചു പൊങ്ങും പോലെ വിവേകവൃത്തി വന്നാൽ പിന്നെ അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിന് ഈർന്നഴും ആദിസൂര്യനത്രേ. ആ അറിവ് എന്താ? അറിവ് ആദിസൂര്യൻ. പ്രപഞ്ചനാമരൂപങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ആ അഖണ്ഡ നിശ്ചല ബോധവസ്തു, അതങ്ങോട്ട് പിടികിട്ടിയാൽ അറിവിനെ മൂടും ഇരുണ്ട മായ. ഒരു മായ അറിവിനെ മറച്ചിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ ഇരുട്ട് പ്രപഞ്ചത്തെ ആകെ മൂടി നിന്നുകൊണ്ട് സത്യത്തെ മറയ്ക്കുകയാണ്. അങ്ങനെയുള്ള ആ ഇരുട്ടിനെ അറിവിനെ മൂടും അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തെ അനുഭവിക്കാൻ അനുവദിക്കാതെ മൂടി നിൽക്കുന്ന ആ മായയെ, അനിത്യമായയാം ഈ ഇരുളിനെ, അജ്ഞാനത്തിന്റെ ഈ ഇരുളിനെ ഈർന്നഴും അങ്ങോട്ട് കീറി മുറിച്ച് ദൂരത്തള്ളുന്ന ആ ഈർന്നഴും എന്ന പദം അതിമനോഹരം. ഈർന്നഴും ഇരുട്ടിനെ കീറി മുറിച്ച് ദൂരത്തള്ളും. ഉപനിഷത്തൊക്കെ എന്താ പറയുക? ഭാഗവതം ഉൾപ്പെടെ ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി. ആ സത്യത്തെ പിടികിട്ടിയാൽ ഹൃദയഗ്രന്ഥി ഞാൻ എന്റേതെന്ന ഹൃദയത്തിന്റെ കെട്ടുപാടുകളൊക്കെ ചിന്നിച്ചിതറി നശിക്കും. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ. സകല സംശയങ്ങളും ഛിദ്യന്തേ ഛേദിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്നു. ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചസ്യ കർമാണി. കർമ്മമെല്ലാം അതോടെ തീരും, പിന്നെ ഒരു കർമ്മവും ബാക്കി നിൽക്കുകയില്ല. ക്ഷീയന്തേ ചസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഉറവിടമെന്ന് തോന്നുന്ന, അല്ലാതെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്ന ആ സത്യത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അതൊക്കെ കൂടെ സംഗ്രഹിച്ചിരിക്കുകയാണ് ഗുരുദേവൻ. അറിവിനെ മൂടും അനിത്യമായയാം ആ ഇരുളിനെ ഈർന്നഴും. ഈർന്നഴിച്ച് തിന്നിച്ചിത് കീറി മുറിച്ചങ്ങ് തള്ളുക. ഈർന്നഴും ആദിസൂര്യനത്രേ. സദൈവ സൗമ്യ ഇതമഗ്രഹസീത്.
എന്ന് ഉപനിഷത്ത് പറയുന്ന ആ ഉണ്മ അനുഭവസ്വരൂപമായിട്ടുള്ള ഉണ്ട് എന്നിടതിങ്ങിയ അനുഭവത്തോടുകൂടിയ ആ അഖണ്ഡ സത്യത്തെ മറച്ചിരിക്കുന്ന മായ അതോടെ ചിന്നിച്ചിതറി ദൂരെ നശിക്കും. 10,000 ആതിഥേയന്മാരെപ്പോലെ സൂര്യന്മാരെപ്പോലെ ഉള്ളിൽ കിളർന്നു വരുന്ന ആ സത്യം അനുഭവവേദ്യമായാൽ മായയൊക്കെ അപ്പടി സൂര്യൻ ഉദിച്ചു വന്നാൽ ഇരുട്ട് നിൽക്കാത്തത് പോലെ സൂര്യൻ ഉദിച്ചു വരുമ്പോലെ സത്യം വരും. അതുപോലെ ഈ ബ്രഹ്മസൂര്യൻ അഖണ്ഡ സൂര്യൻ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ അത് കുറേശ്ശെ പ്രകാശിക്കുന്നു. അതിന്റെ പ്രകാശമാണ് ഈ കാണുന്നതൊക്കെ. ഞാനില്ലയോ ഒക്കെ തീർന്നു. ഈ ദൃശ്യങ്ങൾ പോലും പ്രകാശിക്കുന്നത് അതിന്റെ പ്രകാശത്തിലാണ്. നതത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം. ഉപനിഷത്ത് പറയുന്നു അവിടെ സൂര്യൻ അവിടെ പ്രകാശിക്കില്ല, ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ അതിനെ കാണിച്ചു തരാൻ പറ്റില്ല. നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി. ഈ മിന്നൽപ്പിണറുകൾക്ക് ആ സത്യത്തെ കാട്ടിത്തരാൻ പറ്റില്ല, പിന്നെയാണോ അഗ്നിക്ക്? തമേവ ഭാന്തം അനുഭവാതി സർവം. ഈ കാണുന്ന സകലതും സൂര്യചന്ദ്രന്മാരും അഗ്നിയും ഒക്കെ ഉണ്ടെന്നനുഭവിക്കുന്ന ആ സത്യത്തെ പിന്തുടർന്ന് ഉള്ളതായി വർത്തിക്കുന്നു. തസ്യ ഭാസ സർവമിതം വിഭാതി. ആ സത്യത്തിന്റെ ഉണ്മയുടെ പ്രകാശത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സത്യം ഉദിച്ചു വന്നാൽ പിന്നെ ഇവിടെ നാനാത്വഭ്രമം ഉളവാക്കുന്ന മായ ഒരു നിമിഷം പോലും നിൽക്കില്ല. അതാണ് കൃഷ്ണനും പറയുന്നത്, ദൈവീഹേഷ ഗുണമയി മമ മായ ദുരത്യയ. അർജുന, എന്റെ മായ ദുരത്യയ. പക്ഷെ സാരമില്ല, മാമേവയെ പ്രപദ്യന്തേ, ഞാനേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് ആരെന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ മായാം ഏതാം തരന്തിത്തേ. അവരീ മായയെ നിസ്സാരമായി കിടക്കുന്നു. വാസ്തവത്തിൽ ഈ അതിഘോരരൂപിണി എന്ന് കരുതുന്ന മായ, ഈ നിശ്ചയം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇപ്പോ കൺമുമ്പിൽ നിന്ന് ഓടി മറയും എന്നാണ് വാസിഷ്ഠൻ പറയുന്നത്. നിങ്ങൾ നോക്കി നിൽക്കവേ മായ നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും ഓടിമറയും. എന്താ നിശ്ചയം? സർവം ബ്രഹ്മമയം, ഈശാവാസ്യമിതം സർവം. ആലോചിച്ചു നോക്ക, ഇത് നമുക്ക് നിശ്ചയമായോ? പിന്നെ ഏത് മായ? ഏത് മായ? എവിടെ? എന്ത് മായ? ഒരു മായയുമില്ല. ഈശാവാസ്യമിതം സർവം. ആ അറിവുറയ്ക്കുന്നതോടുകൂടി അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുള് അങ്ങനെ കീറി മുറിക്കപ്പെട്ട ഛിന്ന ഭിന്നമായി നമ്മിൽ നിന്നും അകന്നു പോകും. ഈ ഇരുളിനെ ഈർന്നഴും ആദിസൂര്യനാണ് ഈ ബ്രഹ്മം. ഈ ബ്രഹ്മത്തെ അറിയാതെ എന്തെന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചാലും, തലകുത്തി നിന്നാലും, ചന്ദ്രനിപ്പോയാലും സൂര്യനിപ്പോയാലും അജ്ഞാനം അകലാൻ പോകുന്നില്ല. ദുഃഖം ബാക്കി നിൽക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ബ്രഹ്മത്തെ അറിയുക പ്രയാസമല്ലേ സാർ? ഒരു പ്രയാസവുമില്ല. അതാണ്, ഒരു പ്രയാസവുമില്ല. പ്രയത്നം ആരംഭിക്കുക. എന്താ പ്രയത്നം? സർവം ഈശ്വരമയമെന്ന് ഞാൻ, നമ്മുടെ ഉള്ളിൽ സദാ അനുഭവപ്പെടുന്ന ഞാൻ അങ്ങോട്ട് തീരുമാനിക്കണം. സർവം ഈശ്വരമയം, ഞാനുമായി ഈശ്വരൻ. എനിക്കാരോടും രാഗദ്വേഷമില്ല, ഭേദചിന്തയില്ല. ഇത് ഉറയ്ക്കാമോ? ഈ ഞാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലേക്ക് വ്യാപിച്ച് നമ്മുടെ ഉള്ളിൽ ആനന്ദസ്വരൂപമായി വികസിക്കും. കേവലാനന്ദം, ശുദ്ധാനന്ദം. കുറേശ്ശെങ്കിലും നമുക്ക് അനന്തമായ ശാന്തി, നിരങ്കുശ തൃപ്തി എന്നാണ് വിദ്യാരണ്യസ്വാമികളും മറ്റും പറയുന്നത്. ഒരു തടവുമില്ലാത്ത തൃപ്തി. ചെയ്യേണ്ടത് ചെയ്തു, കിട്ടേണ്ടത് കിട്ടി, എത്തേണ്ടിടത്തെത്തി എന്ന അസാധാരണ തൃപ്തി. നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം. കാലത്തെണീക്കുമ്പോൾ മുതൽ അടുക്കളയിലായാലും ശരി, ശരീരശുദ്ധി വരുത്തുന്നിടത്തായാലും ശരി, സർവം ബ്രഹ്മമയം.
ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. നാമരൂപങ്ങളെ ത്യജിക്കുക. തേന ത്യക്തേന ഭുഞ്ജീത. വസ്തു നാമം രൂപം. നാമവും രൂപവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ഈ ശാസ്ത്ര സത്യം വിചാരം ചെയ്തറിയുക. എന്നിട്ട് നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ആനന്ദസ്വരൂപമായ വസ്തുവിനെ അനുഭവിച്ച് ജീവിതം അടുത്ത ജന്മത്തേക്കൊന്നും മാറ്റിവെക്കണ്ട. വെറുതെ അതെനിക്കിപ്പോ പറ്റില്ല സാർ, അങ്ങനെ ഒന്നും ഭവിക്കണ്ട. ഈ ജന്മത്തിൽ തന്നെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നേടാവുന്നിടത്തോളം നേടട്ടെ. നേടിയിടത്തോളം നഷ്ടമാവില്ല. ഇത് ശാസ്ത്രമാണ്, ശാസ്ത്ര സത്യം. അതുകൊണ്ട് അല്പമെങ്കിലും നേടിയാൽ കൃഷ്ണൻ പറയുന്നു, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ. ഇതല്പം നേടിയാൽ അടുത്ത ജന്മഭ്രമത്തിലും ഒന്നും നഷ്ടമാവില്ല. അവിടുന്ന് പിന്നെ തുടങ്ങിയാൽ മതി. ഇതിന് റിയാക്ഷനില്ല. സാധാരണ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചാൽ റിയാക്ഷൻ ഉണ്ടല്ലോ. ഇതിനങ്ങനെയുള്ള റിയാക്ഷനൊന്നുമില്ല. ആ ഗംഭീരമായ തത്വമാണ് ഗുരുദേവനും ഈ ആത്മോപദേശത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് കുറേശ്ശെ ഉൾക്കൊള്ളാനും ആ മാർഗത്തെ പിന്തുടർന്ന് കുറേശ്ശെയെങ്കിലും ആ സത്യത്തോട് അടുക്കാനുമുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.